ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ് ലൈക്ക് വ്ളോഗിങ് ട്രൈ ചെയ്യുവാണ്. സോ ഐ ഡോണ്ട് നോ ലൈക്ക് മിസ്റ്റേക്സ് വരും, ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് റൈറ്റ്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓഫ് കോഴ്സ്. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് റോജിൻ ജോർജ്. ഞാൻ ഇപ്പം 4th ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് റൊമേനിയയിൽ. കറക്റ്റിൽ പറഞ്ഞാൽ ഗലാക്സി എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. സോ ഞാൻ നാട്ടിൽ ആലപ്പുഴയാണ്, ഹോം ടൗൺ മാവേലിക്കരാണ്. സോ ഇനി മുന്നോട്ട് പോകുന്തോറും ലൈക്ക് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ ലൈക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റി, എങ്ങനെയാണ് സ്ഥലങ്ങൾ, ലൈക്ക് എൻ്റെ ലൈഫിലുണ്ടാകുന്ന ലൈക്ക് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആൻഡ് ബാഡ് മൊമെൻറ്റ്സ് ഓൾസോ. ലൈക്ക് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ലൈക്ക് എ വ്ളോഗ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം, എല്ലാവരും സപ്പോർട്ട് വേണം. ലൈക്ക് ഫണ്ണല്ലേ, ലൈക്ക് നമുക്ക് ഫുൾ ടൈം പഠിക്കുന്നതിനേക്കാളും നല്ലത്. ലൈക്ക് ഞാൻ ചില സമയത്ത് പാട്ടൊക്കെ പാടാറുണ്ട്. സോ അപ്പം എൻ്റെ മ്യൂസിക് വീഡിയോസും ലൈക്ക് എല്ലാം വരാറുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം തിങ്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ, നമുക്ക് കാണാം എന്താകും എന്നറിയില്ല, എന്നാലും നോക്കാം. ഇന്ന് സൺഡേ ആണ്. ഇന്ന് വി ആർ ഗോയിങ് ടു ചർച്ച്. ഇന്ന് സൺഡേസ് നോർമലി ഞാൻ ഇവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചുണ്ട്. ലൈക്ക് ഇവിടെ ഇഷ്ടംപോലെ ചർച്ചസ് ഉണ്ട്. എന്നാലും ലൈക്ക് നമുക്ക് ഞാൻ എപ്പോഴും ഡെയിലി അല്ല ലൈക്ക് വീക്ക്ലി പോകാറുള്ള ചർച്ചുണ്ട്. അന്നേരം നമ്മളിന്ന് ചർച്ചിൽ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലൈക്ക് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, സോ നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വാട്ടർഫോളൊക്കെ ഉണ്ട്. ലൈബ്രറിയാണ്, ബിബ്ലിയോത്തേക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇതൊക്കെയാണ്. നമ്മുടെ പള്ളി ആക്ച്വലി അടുത്ത് തന്നെയാണ്. അല്ല ഇത് കണ്ടോ, ഇവിടുത്തെ സമ്മറായതിൻ്റെ സമ്മർ വൈബ്സ് ആണ് ഇതൊക്കെ. നമ്മൾ ആക്ച്വലി നമ്മളൊരു പള്ളിയുടെ ഫോട്ടോ അല്ല ലൈക്ക് ഇങ്ങനെ വീഡിയോ പോലെ എടുക്കാൻ ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ എടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ എന്താ ലൈക്ക് അവിടെ ഒരു റൊമേനിയൻ പറഞ്ഞു ലൈക്ക് ഇവിടെ ലൈക്ക് വീഡിയോസ് എടുക്കാൻ പാടില്ല, പോലീസ് ഇഷ്യൂസ് ഉണ്ട്. എന്താ ലൈക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെറുതായിട്ടേ ഉള്ളായിരുന്നു. നമ്മൾ അവസാനം അത് കട്ട് ചെയ്ത് ഞാൻ ചോദിച്ചാൽ എന്താ കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞു ലൈക്ക് എന്താ അവിടെ ഫുള്ളി സെക്യൂർഡ് ഏരിയ ആണ്, നമുക്കങ്ങനെ വ്ളോഗിങ്ങും അല്ലെങ്കിൽ മറ്റേ വീഡിയോസും എടുക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കി പുള്ളിയെടുത്ത് ഇങ്ങനെ സംസാരിച്ച് പുള്ളി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കുകയും ഫ്രണ്ടിലൊരു പോസ്റ്റ് നേരെ ഇരിക്കും. പറ്റിയില്ല, ജസ്റ്റ് മിസ്സാണ് പോയത്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു ലൈക്ക് വ്ളോഗിൽ കാണിക്കണമെന്ന് ചോദിച്ചു. ലൈക്ക് പുള്ളിയെ കാണിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, പുള്ളിക്ക് പ്രശ്നമാണ്, പുള്ളി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. മോനി അവിടെ ഒരു സാധനം കിടക്കുന്ന കണ്ടു. വൺ ഡേ എടുത്തില്ല ചെയ്യാൻ പാടില്ല എന്ന് ജോലി കിട്ടിയെന്ന് ചെയ്യണം. മെഡിസിൻ ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു 28-30 വയസ്സൊക്കെ ആകുമ്പോഴേ ശമ്പളം കിട്ടി തുടങ്ങത്തുള്ള കാര്യം. കാണുന്നതാണ് പള്ളി. നമ്മളങ്ങോട്ടാണ് പോകുന്നത്. ഓടിക്കൂ. ഇന്നലെ വരെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, പള്ളിയിൽ പോയി ഫസ്റ്റ് വ്ളോഗ് പള്ളിയിൽ പോകുന്ന വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അത്ര പോസിറ്റിവിറ്റിയോടെ നിറഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയുടെ അവസ്ഥ. ഇതാണ് ഇവിടെ അവസ്ഥ. ഇതാണ് എല്ലാം ഇരുണ്ടിരിക്കുന്നത്. സമ്മർ ആകുമ്പം ഇരുണ്ടിരുന്ന ഒരു രസമില്ല. സമ്മർ ഇപ്പോൾ ആയി. അപ്പം മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഓർത്തഡോക്സ് ചർച്ച്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും വരാറുള്ളത്. ഇതാണ് ഇവിടുത്തെ ഓർത്തഡോക്സ് ചർച്ച്. ഇവിടുത്തെ മെയിൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ഇവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചിലെ അച്ഛനാണ്. അച്ഛനെയൊക്കെ നമുക്ക് ഭയങ്കര കമ്പനിയാണ്. ലൈക്ക് നമ്മൾ സ്റ്റുഡൻസ് ആണെന്ന് അറിയാം. സോ നമുക്ക് നമ്മളെ നല്ലോണം ഞങ്ങളെ ലക്കിയാക്കളെ കമ്പനി ആക്കിയിട്ടുണ്ട്.
ഇതൊക്കെ ആക്ച്വലി പുറത്തെ പെയിൻറ്റിങ്സ് ആണ്. ഇവിടുത്തെ പള്ളിയിൽ ആർച്ചിൻ്റെ അടിയിലുള്ള പെയിൻറ്റിങ്സ് ആണ്. ഓക്കെ, എന്ത് മനോഹരമല്ല. സ്റ്റുഡൻറ്റ്, മെഡിസിൻ സ്റ്റുഡൻറ്റ്. Patru year. Patru year. Medicine study. She doctor? Da, doctor. General doctor. Doctor Dantula? No Dantula. General. General. Yeah. See. Okay. Where in Romania? In Galați or? Butali. സോ നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. എന്നിട്ട് പഠിക്കാനുണ്ട് എക്സാംസ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പബ്ബ ബെക്സ്. പള്ളിയിൽ വെച്ച ഒരാളെ കണ്ടില്ലേ, ഒരു ബ്ലൂ ജാക്കറ്റൊക്കെ ഇട്ട ഒരു അപ്പച്ചൻ പറഞ്ഞത്, അപ്പച്ചൻ ചോദിച്ചു ലൈക്ക് ഇവിടുത്തെ റൊമേനിയൻ സ്റ്റുഡൻ്റ് ആണോ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണോ? ഞാൻ ഇന്ത്യനാണ്. അപ്പം ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ലൈക്ക് നിങ്ങൾ കണ്ടതാണോ? ആ അപ്പച്ചൻ ആക്ച്വലി ചോദിച്ചു. ഞാൻ അപ്പുറത്ത് പോയിട്ട് ഫുൾ കഥ പറയാം. അപ്പോൾ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ പറഞ്ഞു വന്നത് അപ്പച്ചൻ പറഞ്ഞത്, അപ്പച്ചൻ ചോദിച്ച് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്. അപ്പം മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ അതെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഡെൻ്റൽ മെഡിസിൻ ആണോയെന്ന് ചോദിച്ചു. കാരണം പുള്ളി ഇങ്ങനെ കാണിച്ചു, ലൈക്ക് നിങ്ങൾക്ക് ആ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡെൻ്റലാണ് ഉദ്ദേശിച്ചത്. അപ്പം അല്ല, ജനറൽ മെഡിസിനാണ്. അപ്പം പുള്ളി പറഞ്ഞാണ് പുള്ളിക്ക് 5 ഓപ്പറേഷൻ പുള്ളി ചെയ്തു. പാൻക്രിയാസിനൊക്കെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ പുള്ളി പറഞ്ഞു എക്സ്പ്ലോസീവ് എന്ന് പുള്ളി ഉദ്ദേശിച്ചത് പാൻക്രിയാസിൻ്റെ അകത്ത് ഇഷ്യൂ വന്നിട്ട് പാൻക്രിയാസ് ബ്രേക്ക് ഡൗൺ ആയി, ലൈക്ക് പൊട്ടി എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്. ഞാനാദ്യം വിചാരിച്ച് പൊട്ടി. കാരണം പാൻക്രിയാസിൻ്റെ ഒക്കെ നമ്മൾ എക്സ്പ്ലോസീവ് കൊമ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്ത് നമ്മളെപ്പോഴും ചെല്ലുമ്പോൾ നിന്നാലും നമുക്ക് ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ അതെ. സോ നമ്മളത് ഡീൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ കാര്യങ്ങൾ, പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. സോ ലെറ്റ്സ് സീ, കാണിച്ചു തരാം എന്തായാലും. സ്റ്റിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ പച്ച കത്തിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഇത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഗൈസ്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഇവിടുത്തെ മെഷീനാണ്. ഞാൻ ആക്ച്വലി ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഈ ഇത് മിന്നിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രീൻ വരും. ബട്ട് ഇൻസ്റ്റൻ്റായിട്ടല്ല, ഇതൊരു കറക്റ്റ് ടൈം ഫ്രെയിം കഴിയുമ്പോൾ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. സോ പെഡസ്ട്രിയൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക, നമ്മളപ്പുറത്ത് പോവുക, ഗ്രീൻ ലൈറ്റ് വരും എന്നുള്ളൊരു ഇതാണ്. യെസ്, അങ്ങനെ വന്നിരിക്കുന്നു. നമ്മളങ്ങനെ പോകുന്നു. ഒത്തിരി സമയം കളയണ്ട, നമ്മൾ മാക്സിമം പെട്ടെന്ന് ക്ലോസ് ചെയ്ത് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ എത്തി. ഇതാണ് ഇവിടുത്തെ ഫൗണ്ടൻ. നമുക്ക് സൈക്കിൾസൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ഉണ്ട്. യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഫ്ലോറിലെത്തി. ഓക്കെ ഗൈസ്, സോ ending this vlog is നമ്മളിനി പുതിയൊരു വ്ളോഗ് കൊണ്ട് വരുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ യു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു.